അത് കേൾക്കാനോ അത് അറിയാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവരിൽ നിന്ന് ഈ സമയത്ത് ഒരു ഫൈദ് കിട്ടുക എന്ന് പലപ്പോഴും ശൈത്താൻ നമ്മളോട് സംശയിപ്പിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ അഹിലുകാർക്ക് അവരുടെ ഫൈദ് നമ്മളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ സംസാരിച്ചോണമെന്നൊന്നുമില്ല. അവരുടെ നോട്ടം നമ്മളിലേക്ക് ഉണ്ടായാൽ തന്നെ അവരുടെ ഫൈദ് കൊണ്ട് അനുഗ്രഹീതരാകാൻ അള്ളാഹുവിന്റെ പദവി കൊണ്ട് നമുക്ക് സാധ്യമാകുന്നതാണ്. എപ്രകാരം? ഉദാഹരണമായി നമ്മൾക്ക് പല കാര്യത്തെക്കുറിച്ചും അറിവുണ്ട്, പക്ഷേ ആ അറിവൊന്നും നമ്മളെ അമലിലോ ശുഗ്രിലോ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിനെ ഇസ്തിഹ്ലാലിൽ വരുത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അതിന്റെ ഹാലിൽ നിലകൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല. അറിവ് നമ്മളെ പക്കലുണ്ട്, നമ്മൾക്ക് തീരുമാനവുമുണ്ട്, ഉദ്ദേശവുമുണ്ട്. ഈ അറിവിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പ്രവർത്തിക്കണം, ഇതിന്റെ ഇസ്തിഹ്ലാലിലായി ജീവിക്കണം, ഇതിന്റെ ഹാലും ശുഗ്ലും എനിക്ക് നേടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നമ്മൾ സ്വയമായി അതിന് പല നിലക്കും അധ്വാനിക്കുന്നുമുണ്ട്. പക്ഷെ അതിലൂടെ ഒന്നും നമുക്കത് തുറന്നു കിട്ടുന്നില്ല. ഇങ്ങനെ വിഷമിച്ച് മുന്നേറുന്ന ആളുകൾ, തന്റെ മശായിഖന്മാർ, ഈ ഔലിയാക്കളായ മഹാന്മാർ, അവരെ ഹദ്റത്തിലൊന്ന് വന്ന് ഹാജരാവലോടുകൂടി, അവരെ ഒന്ന് സിയാറത്ത് ചെയ്യലോടുകൂടി, അവരുടെ ആ മർക്കദിന്റെ ബർക്കത്തുകൊണ്ട്, അവരുടെ ഖബറിന്റെ ബർക്കത്തുകൊണ്ട്, അതിനപ്പുറം അവരുടെ സ്വയം നോട്ടത്തിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല അതിന് പരിഹാരം ഉണ്ടാക്കുകയാണ്. നമ്മൾക്ക് ഇതുവരെ ഇസ്തിഹ്ലാറാകാത്ത കാര്യം അവിടെ നമ്മളുടെ ഇസ്തിഹ്ലാർ തുടങ്ങുകയാണ്. നമ്മൾക്ക് ഇതുവരെ അധ്വാനിച്ചിട്ടും അമല് ചെയ്യാൻ തീരുമാനിക്കാൻ കഴിയാത്ത കാര്യം അല്ലാഹു തആല അമല് ചെയ്യുന്നവരാക്കി നമ്മളെ മാറ്റുകയാണ്. ഈ നിലക്കാണ് അവരവരുടെ ഹാലിലൂടെ നമ്മളെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നതുപോലെ തന്നെ പല തെറ്റുകളും നമ്മൾ സംഭവിക്കുന്നുണ്ടാകും. ആ തെറ്റുകൾ തെറ്റാണെന്ന് നമുക്കറിയാം, അത് ഒഴിവാക്കണമെന്നുള്ള തീരുമാനവും നമുക്കുണ്ട്. പക്ഷേ നമുക്കതിൽ നിന്ന് സ്വയമായി മുടങ്ങാൻ സാധിക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ആ തെറ്റിൽ നിന്ന് അകലാൻ നമുക്ക് കഴിയുന്നില്ല. ആ ഉദ്ദേശത്തോടുകൂടി ഈ അള്ളാഹുവിന്റെ അഹിലുകാരുടെ ഹദ്റത്തിൽ നാം ഹാജരാകലോടുകൂടി അവരുടെ നോട്ടത്തിലൂടെ, അവരുടെ ഫൈദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം എന്നേക്കുമായി ആ തെറ്റിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായി അല്ലാഹു തആല നമ്മളെ മാറ്റുന്നതാണ്. ഈ വിധത്തിൽ സുലൂക്കിൽ മുന്നേറുന്നതായ ആളുകൾക്ക് അവരുടെ സുലൂക്കിൽ ഉണ്ടാകുന്ന പല തടസ്സങ്ങളും അത് ദൂരീകരിക്കപ്പെടുക ഈ അള്ളാഹുവിന്റെ അഹിലുകാരായ മഹാന്മാരുടെ ഫൈദ് കൊണ്ടും, അവരുടെ നോട്ടം കൊണ്ടും, അവരുടെ തവജ്ജുഹ് കൊണ്ടും, അവരുടെ തസറുഫ് കൊണ്ടും ഒക്കെയാണ്. ഇത് നേടാനാണ് അള്ളാഹുവിന്റെ അഹിലുകാരായ മഹാന്മാരെ നാം സന്ദർശിക്കുകയും അവരുടെ ഹദ്റത്തിൽ നാം ഹാജരാവുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം. നാം നോക്കുക, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ പലരും പിന്തുടരുന്ന നമ്മുടെ ഇമാമാണ് ബഹുമാനപ്പെട്ട ശാഫിഈ റളിയല്ലാഹു അൻഹു. അവർ പറയുന്നു, അവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവരുടെ മനസ്സിൽ ആ മസല തുറന്നു കിട്ടുന്നില്ല, അതിനൊരു ശരിയായ മറുപടി ഉത്തരം അവർക്ക് ലഭ്യമാകുന്നില്ല എങ്കിൽ അവർ ചെയ്തിരുന്ന പണി ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്ത്, അവിടെ ബാർഗാഹിൽ, അവിടെ മർക്കദിൽ അവിടെ സിയാറത്ത് ചെയ്യാൻ അവിടെ പോകും. അവർ റൗളയിൽ പോയി 2 റക്അത്ത് നഫിൽ നിസ്കരിക്കും. ആ നഫിൽ നിസ്കരിച്ച് സിയാറത്ത് ചെയ്തിട്ടില്ല, സലാം വീട്ടി പുറത്തു വരുമ്പോഴേക്ക് ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, എനിക്ക് എൻ്റെ ഉള്ളിൽ തടസ്സമായിരുന്ന ആ മസല അതോടുകൂടി അല്ലാഹു തആല എനിക്ക് തുറന്നു തരും, ദൂരീകരിച്ചു തരുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുക. അള്ളാഹുവിന്റെ ഔലിയാക്കളായ ഈ മഹാന്മാർക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മറ്റൊരാളെ സന്ദർശിക്കൽ ആവശ്യമായിരുന്നു എന്ന് വരുമ്പോൾ, നമ്മളെപ്പോലത്തതായ ആളുകൾ, എപ്പോഴും തകരാറിലും കുടിക്കലും തന്നെയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൽ വരുന്നതായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, ഈ സുലൂക്കിൽ വരുന്ന തടസ്സങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ ഇൽമ ഹാലിലേക്കും ശുഗ്ലിലേക്കും ഇസ്തിഹ്ലാറിലേക്കും വരുന്നില്ലെങ്കിൽ അതിനെ ഉണ്ടാക്കി തരാൻ നമുക്കുള്ള മാധ്യമമായ ഈ അള്ളാഹുവിന്റെ അഹിലുകാർ അവരുടെ ഹദ്റത്തിൽ വരലോടെ, അവരുടെ നോട്ടം ഒന്ന് നമ്മളോട് പതിയലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കി തരുന്നതാണ്. ഈ നിലക്കാണ് അള്ളാഹുവിന്റെ അഹിലുകാരുടെ ഫൈദ് കൊണ്ട് നാം ഒക്കെ അനുഗ്രഹീതരായി മാറേണ്ടത്.